സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഭാഗമായി ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലുള്ള കോഴ്സുകളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കപ്പെടുക. പ്രത്യേകിച്ചും സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്ന കോഴ്സുകളാണിവിടെ ആദ്യം അവതരിപ്പിക്കുക. ഫൗണ്ടേഷൻ കോമ്പോണൻറ്റ് എന്ന ഭാഗത്ത് 4 പിരിവുകളാണ് ഉള്ളത്. അതിലൊന്നാമത്തേത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ആണ്. ഈ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗമായി വരുന്ന അതിൻ്റെ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. ഈ 4 പിരിവുകളും ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കും അവരുടെ ഐച്ഛിക വിഷയത്തിനും അനുസൃതമായ വിധത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. കോമേഴ്സ് വിഭാഗത്തിൽ പഠിക്കുന്നവർക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പേപ്പറാണ്. അത് 1ഉം 3ഉം സെമസ്റ്ററുകളിലായിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് നൽകുക. സയൻസ് വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ, അതും ഇതുപോലെ തന്നെ 1ഉം 3ഉം സെമസ്റ്ററുകളിലായിട്ട് 2 ഭാഗങ്ങളിലാണ് പഠിപ്പിക്കുക. എന്നാൽ ഹ്യൂമാനിറ്റീസിലെ എക്കണോമിക്സ്, ഇംഗ്ലീഷ് വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് റീഡിംഗ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പർ, അതും 1ഉം 3ഉം സെമസ്റ്ററുകളിലായിട്ട് നൽകപ്പെടുന്നതാണ്. രണ്ടാമത് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ആണ്. ഇതും ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പാഠഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ജെൻഡർ ആൻഡ് സൊസൈറ്റി, ന്യൂ മീഡിയ ആൻഡ് സൊസൈറ്റി, കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്നിവയാണ് പേപ്പറുകൾ. ഇതിൽ മൂന്നാമത്തേത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഫോർ എംപ്ലോയബിലിറ്റി, ഇംഗ്ലീഷ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, റൈറ്റിംഗ് ഫോർ പ്രിൻറ്റ് മീഡിയ, ഡെവലപ്പിംഗ് ആൻഡ് ക്യൂറേറ്റിംഗ് ഡിജിറ്റൽ കണ്ടൻറ്റ് എന്നിവയാണ് ആ പേപ്പറുകൾ. ഫൗണ്ടേഷൻ കോമ്പോണൻറ്റിലെ 4ാമത്തെ ഘടകം അത് വാല്യൂ ആഡഡ് കോഴ്സസ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സിനിമ ആൻഡ് ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ എംപവർമെൻറ്റ് എന്നീ പേപ്പറുകളായിരിക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് വിഷയം ഐച്ഛികമായി തിരഞ്ഞെടുത്തു വരുന്നവർക്കുള്ള മേജർ മൈനർ കോഴ്സുകളെക്കുറിച്ചാണ്. ഈ ഗ്രൂപ്പിനെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എന്നാണ് വിളിക്കുക. മേജർ മൈനർ പേപ്പറുകളുടെ എണ്ണം താഴെ പറയുന്ന വിധത്തിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. 1ാം സെമസ്റ്ററിൽ ഒരു മേജർ പേപ്പർ, 2 മൈനർ വിഷയങ്ങൾ. 2ഉം 3ഉം സെമസ്റ്ററുകളിലും ഇതേ വിധത്തിലുള്ള ക്രമമാണ് നമ്മൾ കാണുക. പക്ഷേ 4ാമത്തെ സെമസ്റ്ററിൽ വരുമ്പോൾ 2 മേജർ വിഷയങ്ങളാണ് അവർ പഠിക്കുക. 5ാമത്തെ സെമസ്റ്ററിൽ 3 മേജർ വിഷയങ്ങളുണ്ട്. 6ാമത്തെ സെമസ്റ്ററിലും 3 മേജർ പേപ്പറുകൾ പഠിക്കുന്നുണ്ട്. 7ലും 8ലും എന്ന് വെച്ചാൽ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്ററുകളിൽ 2 വീതം മേജർ പേപ്പറുകളുണ്ട്. എന്നാൽ 7ാമത്തെ സെമസ്റ്ററിൽ ഈ 2 മേജർ പേപ്പറുകളോടൊപ്പം തന്നെ അഡീഷണലായിട്ട് 3 മൈനർ പേപ്പറുകൾ ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ 3 മൈനർ വിഷയങ്ങൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ 5ാമത്തെ സെമസ്റ്ററിൽ എടുത്തിരിക്കുന്ന മേജർ വിഷയങ്ങൾ തന്നെയാണ് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവരുടെ മൈനർ വിഷയമായിട്ട് 7ാമത്തെ സെമസ്റ്ററിൽ പഠിക്കുന്നത്. ഈ വിധത്തിൽ മൊത്തം 8 സെമസ്റ്ററുകളിലായിട്ട് 15 മേജർ വിഷയങ്ങളും 9 മൈനർ വിഷയങ്ങളും ആയിരിക്കും അവർ പഠിക്കുക. 6 മൈനർ വിഷയങ്ങൾ ആദ്യത്തെ 2 സെമസ്റ്ററുകളിൽ പഠിക്കുന്നു. പിന്നീട് വരുന്ന 3 വിഷയങ്ങൾ 7ാമത്തെ സെമസ്റ്ററിൽ നിന്നുകൊണ്ട് 5ാമത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഐച്ഛിക വിഷയത്തിൽ വരുന്ന മേജർ പേപ്പറുകൾ മൈനർ പേപ്പറുകളായിട്ട് മറ്റു കുട്ടികൾ പഠിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ 3ാം സെമസ്റ്റർ മുതൽ 7ാം സെമസ്റ്റർ വരെ 7 ഇലക്റ്റീവ് പേപ്പറുകളും ഉണ്ട്. ഈ ഇലക്റ്റീവ് പേപ്പറുകൾ പ്രത്യേകിച്ചും AI ആൻഡ് ഡിജിറ്റൽ ലിറ്ററേച്ചർ, ആർട്ട് ഓഫ് പോഡ്കാസ്റ്റിംഗ്, ബ്രാൻഡ് നറേറ്റീവ്സ്, നറേറ്റിംഗ് ദ മൾട്ടിവേഴ്സ്,
ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ന്യൂ ജനറേഷൻ തലത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കും അവരുടെ മനോഭാവത്തിനും സോഷ്യൽ ട്രെൻഡ്സിനുമൊക്കെ അനുസരിച്ചുള്ള രസകരമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഇലക്റ്റീവ് പേപ്പറുകളായിട്ട് അവർ പഠിക്കുക. ഇനി നമ്മൾ വരുന്നത് ഈ മേജർ വിഷയങ്ങളായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണ്. അത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി സ്റ്റഡീസ്, പോപ്പുലർ ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺ ടു ദ പ്യൂരിറ്റൻസ്, അത് ആദ്യ ഭാഗം. അടുത്തൊരു സെമസ്റ്ററിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെ അഗസ്റ്റൻസ് ടു വിക്ടോറിയൻസ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ പഠിക്കും. ഒപ്പം ലിറ്റററി ക്രിറ്റിസിസവും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അഞ്ചാമത്തെ സെമസ്റ്ററിൽ 3 മേജർ പേപ്പേഴ്സാണുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി തിയറി, 20th ആൻഡ് 21st സെഞ്ച്വറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നിവയാണ് പേപ്പറുകൾ. ആറാമത്തെ സെമസ്റ്ററിലും 3 മേജർ പേപ്പറുകളുണ്ട്. ലിംഗ്വിസ്റ്റിക്സ്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫോർ അഡ്വർടൈസിംഗ് ആൻഡ് തിയേറ്റർ സ്റ്റഡീസ്. ഏഴാമത്തെ സെമസ്റ്ററിൽ 2 മേജർ പേപ്പേഴ്സ്, അക്കാഡമിക് റൈറ്റിംഗ് ഫോർ ഹ്യൂമാനിറ്റി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. മൊത്തം 1 മുതൽ 7 വരെ സെമസ്റ്ററുകളിൽ വരുന്ന മൈനർ പേപ്പറുകളും ഇവയാണ്. റീഡിംഗ് സിനിമ, ലാംഗ്വേജ് ഫോർ മീഡിയ, മീഡിയ പ്രാക്ടീസസ്, ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പേർപ്പസസ്. യൂണിവേഴ്സിറ്റി FYUGP പ്ലാൻ ചെയ്യുന്ന പ്രാരംഭഘട്ടത്തിൽ മൊത്തം മേജർ പേപ്പറുകളുടെ എണ്ണം 15 നിശ്ചയിച്ചിരുന്നു. എന്നാൽ പിന്നീടത് 13 നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 8ാമത്തെ സെമസ്റ്ററിലുള്ള 2 പേപ്പറുകൾ ഒഴിവാക്കിയിട്ട് അതിനു പകരം പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ്, ഇംഗ്ലീഷ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്യാപ്സ്റ്റൺ ഇൻറ്റേൺഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്തുകൊണ്ട് 8ാമത്തെ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം എന്നതാണ് പുതിയ തീരുമാനം. ഇത് ലഭിക്കാത്ത, ഇൻറ്റേൺഷിപ്പ് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു സ്റ്റെപ്പിനെ അല്ലെങ്കിൽ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് മാത്രമാണ് 2 പേപ്പറുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ മേജർ പേപ്പറുകളുടെ എണ്ണം 13 നിശ്ചയിച്ചിരിക്കുകയാണ്. പിന്നീട് മേജർ മൈനർ ഡിവിഷൻസ്, അത് ആപേക്ഷികമാണ്. എടുക്കുന്ന ക്രെഡിറ്റുകളുടെ എണ്ണത്തെ ആസ്പദമാക്കിയാണ് മേജർ മൈനർ ഡിവിഷൻ വരിക. 4 ക്രെഡിറ്റ്സ്, കൂടുതൽ ക്രെഡിറ്റ് ഉള്ളത് മേജർ പേപ്പറും 3 കുറഞ്ഞ ക്രെഡിറ്റുകൾ ഉള്ളത് മൈനർ പേപ്പറുകൾ ആയിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുക. ഒരു ക്രെഡിറ്റ് എന്ന് വെച്ചാൽ 15 അവേഴ്സ് ആയിട്ടാണ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ FYUGPയുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് ഏത് വിഷയത്തിൽ നിന്നും മൈനർ കോഴ്സുകൾ തിരഞ്ഞെടുക്കാമെങ്കിലും അഭികാമ്യമായിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന മേജർ പേപ്പറിനോട് അനുരൂപമായിട്ടുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഫീൽഡുകളിൽ നിന്ന് മൈനർ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ആ വിഷയത്തിൽ കൂടുതൽ അവഗാഹം നേടുവാനായിട്ട് നമ്മെ സഹായിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് എക്കണോമിക്സ് എടുക്കുന്നൊരു വിദ്യാർത്ഥി കഴിയുന്നതും കോമേഴ്സിലെ പേപ്പറുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള പേപ്പറുകൾ എടുക്കുന്നത് എക്കണോമിക്സിൽ കൂടുതൽ ഡെപ്ത് ഓഫ് നോളജ് നേടുവാൻ സഹായിക്കും. എന്നതുപോലെ ഇംഗ്ലീഷ് സാഹിത്യം ബിരുദത്തിന് ഐച്ഛിക വിഷയമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് ബോട്ടണിയോ സയൻസോ ആയിരിക്കില്ല. മറിച്ച് മലയാള സാഹിത്യമോ ഹിന്ദി സാഹിത്യമോ എടുത്താൽ സാഹിത്യ മേഖലയിൽ കൂടുതൽ അവഗാഹം നേടുവാനായിട്ട് ആ മൈനർ കോഴ്സുകൾ സഹായിക്കും. ഈ വിധത്തിലുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിൽ സൂക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. FYUGPയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളുമൊക്കെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് അത് മാറിയിട്ട് കൂടുതൽ സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഫോളോ ചെയ്യണം എന്നതാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രാക്ടിക്കം പോലുള്ള കാര്യങ്ങൾ പുതിയ സിലബസിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടികളെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, റിസർച്ച് മനോഭാവത്തിലേക്ക്, ആറ്റിറ്റ്യൂഡ്, മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പഠനാന്തരീക്ഷം, ഒപ്പം ഈ പഠനത്തിന് ശേഷം അവരെ പ്രൊഫഷണലി കേപ്പബിൾ ആക്കുന്ന വിധത്തിലുള്ള സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് കൊടുക്കുക. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഇവാലുവേഷൻ അസസ്മെൻറ്റിൽ വരിക: നോളജ്, സ്കിൽ, ആപ്റ്റിറ്റ്യൂഡ്.
അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് നോളജ് അസസ് ചെയ്യുന്ന വിധത്തിലുള്ള കണ്ടൻസ് ആയിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിൽ ഡിസൈൻ ചെയ്യപ്പെടുക. അതേസമയം കോളേജ് തലത്തിലുള്ള ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ കൂടുതൽ ഈ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വിഭാവന ചെയ്യപ്പെടുന്നത്. BA 3 years കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 133 ക്രെഡിറ്റ്സും, എന്നാൽ BA ഓണേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 177 ക്രെഡിറ്റ്സുമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുക. ഒരു ക്രെഡിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 hours ആണ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. മേജർ മൈനർ ഡിവിഷനിൽ വരുന്ന ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷനും ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ എവാലുവേഷൻ മെത്തേഡിൽ 70% ഈസ് ടു 30% ആക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ മെത്തേഡ് CBCSS സെമസ്റ്റർ സിസ്റ്റത്തിൽ അത് 80:20 ആയിരുന്നെങ്കിൽ പുതിയ സിസ്റ്റത്തിൽ അത് 70:30 ആവുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൽ 30% മാർക്ക് അസസ് ചെയ്യപ്പെടുന്നത് കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആയിട്ട് കോളേജ് ക്യാമ്പസിൽ തന്നെ ആയിരിക്കും. ഒപ്പം ഈ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പരീക്ഷാ രീതികൾ ആണ് ആവിഷ്കരിക്കപ്പെടുക. അത് ഒരുപക്ഷെ കേസ് സ്റ്റഡി ആവാം, അസൈൻമെൻറ്റും സെമിനാറും ആവാം, ഓൺലൈൻ ടെസ്റ്റുകളാവാം, പല വിധത്തിൽ പ്രോജക്റ്റ് ആവാം. ഇതിലെല്ലാം വിവിധ കോമ്പോണൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് നിശ്ചയിക്കപ്പെടുക. ഉദാഹരണത്തിന് നിങ്ങൾ തയ്യാറാക്കുന്ന പേപ്പറിൽ അതിൻ്റെ ലാംഗ്വേജ് ആൻഡ് ക്ലാരിറ്റി, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കൊഹിയറൻസ്, ഇങ്ങനെ പല വിധത്തിലുള്ള കോമ്പോണൻസിന് ആയിട്ടാണ് ഈ മാർക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ടു പോവുക. ഒപ്പം പരീക്ഷകൾക്ക് അല്ലെങ്കിൽ സിലബസിൽ നൽകപ്പെടുന്നത് 4 മൊഡ്യൂളുകൾ മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കുക. 5ാമത്തെ മൊഡ്യൂൾ അത് ഡിസൈൻ ചെയ്യേണ്ടത് കോളേജിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ്. ആ വിധത്തിൽ ഒരു അക്കാദമിക് ഓട്ടോണമിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആദ്യ ചുവടുവയ്പായിട്ട് ഈ FYUGP പ്രോഗ്രാം മാറുന്നുണ്ട്. ഒപ്പം കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഒരേ സമയത്ത് തന്നെ ഈ പഠന സിസ്റ്റം ഏകീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വർഷം. ഒരുമിച്ച് ജൂലൈ 1 എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫസ്റ്റ് സെം ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അതേപോലെ തന്നെ പരീക്ഷകളുമെല്ലാം ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് നവംബർ മാസത്തിൽ എന്ന് വെച്ചാൽ നവംബർ 5-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഫസ്റ്റ് സെം എക്സാംസ് ഓൾറെഡി അത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. വാല്യുവേഷൻ ഫസ്റ്റ് സെമസ്റ്ററിൽ നടക്കുന്നത് കോളേജ് തലത്തിൽ തന്നെയാണ്. അതിൻ്റെ റിസൾട്ട്സ് ക്രിസ്മസ് ഹോളിഡേയ്സിന് മുൻപ് പബ്ലിഷ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നതുപോലെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷകൾ ഏപ്രിൽ 1 മുതൽ 15 വരെ തീയതികളിൽ അത് ചാർട്ട് ചെയ്യപ്പെട്ടു കഴിയുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവാലുവേഷനും ടൈം ബൗണ്ടായിട്ട് തന്നെ നിർവഹിക്കപ്പെടുന്നതായിരിക്കും. പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് ഒരു ക്രെഡിറ്റിന് 60 hours ആണ്. അങ്ങനെയുള്ള 2 ക്രെഡിറ്റ്സ് ആണ് ഈ ഇൻറ്റേൺഷിപ്പിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്നൊരു ഇൻ്റർ യൂണിവേഴ്സിറ്റി മൊബിലിറ്റിയെക്കുറിച്ചും ഇത് വിഭാവനം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോളേജിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിച്ചു, നിങ്ങൾ തുടങ്ങുന്ന വിഷയത്തിന് കുറച്ചുകൂടി സാധ്യമായിട്ടുള്ള ഒരു സാഹചര്യം മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന സെമസ്റ്ററുകളിൽ അങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യുവാൻ മറ്റു യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യം ഇവിടെ ഒരുക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് അത് കംപ്ലീറ്റ് ചെയ്യുന്ന, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് മറ്റു യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ആക്സസ് ചെയ്യുവാൻ, എൻറോൾ ചെയ്യുവാനും ഒക്കെയുള്ള സാഹചര്യം FYUGP പ്രദാനം ചെയ്യുന്നുണ്ട്. സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ ഡിഗ്രി ഓഫർ ചെയ്യുന്ന മേജർ ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റ്സ് BSc സുവോളജി, BA എക്കണോമിക്സ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BCom, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ BA ആൻഡ് BBA ലോജിസ്റ്റിക്സ്. ഈ വിധത്തിലുള്ള 7 ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് സെൻറ്റ് മൈക്കിൾസ് കോളേജിലുള്ളത്. ഡിഗ്രി പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമാണ്. അതിന് കോംപ്ലിമെൻ്ററി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഉദാഹരണം ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെയുള്ള കോംപ്ലിമെൻ്ററി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവരും മൈനർ പ്ലസ് ഫൗണ്ടേഷൻ കോമ്പോണൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം
സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ആശയം കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുട്ടി 4 സെമസ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രേക്ക് ഓഫ് ചെയ്ത് പോകാം. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യാം. അതിനുശേഷം 7 വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള ക്രെഡിറ്റ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഡിഗ്രി സമ്പാദിക്കുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ജൂനിയർ ബാച്ചസിലേക്ക് ഡിമോട്ട് ചെയ്യപ്പെടാതെ തന്നെ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഒരു സംവിധാനം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കപ്പെടുന്നുണ്ട്. ഇത് പല കുട്ടികൾക്കും ഹൈഫനേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന ഒരു സാഹചര്യം കൂടി അത് തരുന്നുണ്ട്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അതിൽ ഒരു കുട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ്സ് അവിടെ സൂക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഒത്തിരി കാലങ്ങൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന നിലയിൽ ബാക്കി ക്രെഡിറ്റ്സ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് ഡിഗ്രി സമ്പാദിക്കുവാനായിട്ട് കഴിയും. ഒപ്പം ഇന്നൊവേറ്റീവ് ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു സംരംഭം കൂടി സർക്കാർ വിഭാവന ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും യുവതി യുവാക്കളുടെയൊക്കെ ഇന്നൊവേറ്റീവായിട്ടുള്ള നൂതന ആശയങ്ങൾ സമാഹരിക്കുവാനും സ്വരൂപിക്കുവാനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനുമൊക്കെയുള്ള ചില സെൻറ്റേഴ്സ്, അതാണ് ഈ ഇന്നൊവേറ്റീവ് ഇൻക്യുബേഷൻ സെൻറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമൊക്കെ നമ്മുടെ ക്യാമ്പസുകളിലെ ഒരു പുതിയ ആശയമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരുന്നതാണ്. തുടർന്ന് നൽകപ്പെടുന്ന ഒരു ലിസ്റ്റ്, സം ഓഫ് ദ ഫൗണ്ടേഷൻ മൈനർ കോഴ്സസിൻ്റെ ഒരു ലിസ്റ്റ് തുടർന്ന് ഇവിടെ സ്ക്രോൾ ചെയ്യപ്പെടുന്നതാണ്. അതിലൂടെ സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഓഫർ ചെയ്യുന്ന ബോത്ത് ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ കോംപ്ലിമെൻ്ററി ഡിപ്പാർട്ട്മെൻറ്റ്സും ഓഫർ ചെയ്യുന്ന വിവിധ കോഴ്സസിനെ കുറിച്ചുള്ള ഒരു ബ്രോഡ് പിക്ചർ നമുക്ക് കണ്ടെടുക്കുവാനായിട്ട് സാധിക്കും.